വെള്ളാപ്പള്ളി നടേശൻ പറയുന്ന പ്രസ്താവനകളൊക്കെ വിദ്വേഷ പ്രസ്താവനയാണെന്ന്, അസത്യ പ്രസ്താവനയാണെന്ന്, ഭയങ്കര അപകടം ഉണ്ടാക്കുന്ന പ്രസ്താവനയാണെന്ന് നിങ്ങൾക്കറിയാം. പക്ഷേ കേട്ടോ പ്രശ്നം. പക്ഷേ അത് വിളിച്ചു പറയാൻ ഭയം തോന്നുന്ന സാഹചര്യത്തിലേക്ക് ഇവിടുത്തെ മീഡിയ മാറിയിട്ടുണ്ട്. കൃത്യമായിട്ട് ഈ വെള്ളാപ്പള്ളി നടേശനെ കുറിച്ച് പറയേണ്ടി വരും. നമ്മൾ ഇദ്ദേഹത്തെ കുറിച്ച് സംസാരിക്കില്ല എന്ന് തീരുമാനിച്ചൊരു കൂട്ടരാണ്. നമ്മൾ സംസാരിച്ച് ദൃശ്യത കൊടുക്കേണ്ട ഒന്നല്ല അദ്ദേഹം എന്ന് വിശ്വസിച്ചൊരുത്തനാണ്. പക്ഷേ എനിക്കൊരു അപകടം തോന്നിയത് എപ്പോഴാണെന്നറിയോ? ഇന്ന് ഈ വരുന്ന വഴിയെ ഞാൻ ചെറിയൊരു ന്യൂസ് ഇങ്ങനെ കാണുകയുണ്ടായി. ആ ന്യൂസിൽ എനിക്ക് തോന്നി ഫ്യൂച്ചർ സമ്മിറ്റിലോ മറ്റോ ശ്രീകണ്ഠൻ നായർ അദ്ദേഹത്തിന്റെ ഒരു സെഷനിൽ പറയുന്ന ഒരു സാധനം, ഇപ്പോഴത്തെ മാധ്യമങ്ങൾക്കും കുറച്ച് ബേജാറുകളൊക്കെ ഉണ്ട്. എന്തിനെ കുറിച്ചാണ് ബേജാറ്? അതിൽ ഉദാഹരണ സഹിതം അദ്ദേഹം പറയുന്ന ഇതാണ്: വെള്ളാപ്പള്ളി നടേശൻ പറയുന്ന പ്രസ്താവനകളൊക്കെ വിദ്വേഷ പ്രസ്താവനയാണെന്ന്, അസത്യ പ്രസ്താവനയാണെന്ന്, ഭയങ്കര അപകടം ഉണ്ടാക്കുന്ന പ്രസ്താവനയാണെന്ന് നിങ്ങൾക്കറിയാം. പക്ഷേ കേട്ടോ പ്രശ്നം. പക്ഷേ അത് വിളിച്ചു പറയാൻ ഭയം തോന്നുന്ന സാഹചര്യത്തിലേക്ക് ഇവിടുത്തെ മീഡിയ മാറിയിട്ടുണ്ട്. അപ്പൊ നോക്കൂ, നമ്മൾ ദൃശ്യത നൽകിയാലും ഇല്ലെങ്കിലും അദ്ദേഹത്തിന് വലിയ ദൃശ്യത നൽകുകയും അത് സത്യമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു വലിയ പൊതുജനം അവിടെ ഉണ്ടാവുകയും ചെയ്യുമ്പോൾ നമ്മൾ സംസാരിക്കേണ്ടത് നിർബന്ധമാണ്.